പക്ഷെ അത് നിങ്ങളുടെ വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ ഇപ്പൊ ഈ പറയുന്നൊക്കെ ഇപ്പൊ ആയുർവേദ മരുന്ന് പറഞ്ഞാൽ മുഴുവൻ ഭയങ്കര സൈഡ് എഫക്റ്റ് അല്ലേ. നമുക്കൊരു 4-5 ദിവസം ആഴ്ചയിൽ ആന്റിബയോട്ടിക് കഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒരു ടെസ്റ്റ് ചെയ്താൽ പോലെ എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ഇല്ലാതില്ല. നിങ്ങളെ കളിയാക്കണതോ വിഷമിപ്പിക്കണതല്ല, അങ്ങനെ ഒരു കൂട്ടരുണ്ട്, ഒരു ചെറിയ അംശമെങ്കിലും ഇല്ലേ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്. അത്ര കാര്യം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനം ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാവുകയും ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഫോളോ ചെയ്തോ. ഒരു 30% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, പൊതുവെ ഇൻ ജനറൽ. ഓക്കെ, അപ്പോ ഇത് വ്യത്യാസം വരാത്തവരും ഉണ്ടാവും. ഇതങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല. കാരണം ഇത് ബൈ ബർത്ത്, ജന്മന നിങ്ങളുടെ ദേഹപ്രകൃതിയാണെന്നുള്ളത് മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുക. മാറ്റിക്കളഞ്ഞവരും മാറിയവരൊക്കെ ഉണ്ട് കേട്ടോ. അവർ അത്രയും ആഗ്രഹത്തോടുകൂടി കൃത്യതയോടുകൂടെ മരുന്നുകളും ഭക്ഷണ രീതിയും ജീവിത രീതികളും ഇന്നോട്ട് തൈര് വേണ്ടെന്ന് പറഞ്ഞാൽ തൈര് വേണ്ട, നോൺ വെജ് വേണ്ടെന്ന് പറഞ്ഞാൽ നോൺ വെജ് വേണ്ട, രണ്ടാമതൊരു ചോദ്യം ഇല്ല. കുറഞ്ഞാലും അസുഖം കുറഞ്ഞാലും ചോദിക്കാത്തവരുണ്ട്. അത്തരക്കാരാണ് ആ കൂട്ടരാണ് കേട്ടോ, എല്ലാവരും അല്ല. അങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ചൂട് വേണം, എപ്പോഴും ചൂട് വേണം. വീടിനകത്ത് ചൂട് വേണം, ഈ കമ്പിളി വേണം.